സംസ്ഥാനത്ത് അതിതീവ്ര മഴ മുന്നറിയിപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലേർട്ട് നിലനിൽക്കുകയാണ്. മഴ ശക്തമായതോടെ പലയിടത്തും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അട്ടപ്പാടി ചുരത്തിൽ മണ്ണിടിഞ്ഞ് ഭാഗിക ഗതാഗത തടസ്സമുണ്ടായി. കൊയിലാണ്ടിയിൽ വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു. മട്ടന്നൂരിൽ ഇടിമിന്നലേറ്റ് വീടിന് വലിയ നാശനഷ്ടമുണ്ടായി. തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഒപ്പം തന്നെ വലിയ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്ത മലബാർ മേഖലയിലെ പൊതുവായ സാഹചര്യം എന്താണ് എന്നുള്ള കാര്യം കോഴിക്കോട്ട് നിന്ന് മിഥില ബാലനും വിശദീകരിക്കും. ആദ്യം ഉമേഷ് ബാലകൃഷ്ണനിലേക്കാണ്. ഉമേഷ്, ചില ജില്ലകളിൽ റെഡ് അലേർട്ട് നിലനിൽക്കുന്നുണ്ട്, ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുന്നുണ്ട്. വരും മണിക്കൂറുകളിൽ മഴയുടെ സ്വഭാവം കാലാവസ്ഥാ വകുപ്പ് വിശദീകരിക്കുന്നത് എന്ത്? ഉമേഷ്. രജിത്ത്, അടുത്ത മണിക്കൂറുകളിലും വടക്കൻ മേഖലകളിൽ മഴ ശക്തമായി തന്നെ തുടരും. അതിന് മുന്നോടിയായി ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കവചം സൈറണ് മുഴക്കിക്കഴിഞ്ഞു. പ്രധാനമായി 4 ജില്ലകളാണ്. കാരണം റെഡ് അലർട്ട് പ്രഖ്യാപിച്ച 4 ജില്ലകൾ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അതിതീവ്ര മഴയാണ്. രാത്രി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട്. മറ്റ് സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള മറ്റെല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നിൽക്കുന്നുണ്ട്. മറ്റ് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. നേരത്തെ പറഞ്ഞ ജില്ലകൾ ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. എന്തായാലും മഴ ഇന്ന് രാത്രിയും തുടരാൻ തന്നെയാണ് സാധ്യത. എന്തായാലും നിലവിൽ അറബിക്കടലിൽ കർണാടക തീരത്തോട് ചേർന്ന് ഒരു പ്രഷർ കുറഞ്ഞ ഒരു മേഖലയുണ്ട്. അത് നാളെ ചക്രവാത ചുഴിയായി രൂപപ്പെടും. അത് 2 ദിവസത്തിന് ശേഷം അത് ന്യൂനമർദ്ദമായി മാറുമെന്നുമാണ് ഇപ്പോൾ കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ അറിയിപ്പ്. എന്തായാലും കാലാവസ്ഥ കൂടുതൽ മഴയോട് അടുക്കുകയാണ്. അതായത് മൺസൂൺ സാധാരണ ജൂൺ 1 മുതലാണ് കേരളത്തിൽ ലഭിച്ചു തുടങ്ങുന്നതെങ്കിൽ ഇത്തവണ സാഹചര്യം മാറും. നേരത്തെ തന്നെ ലഭിക്കും. നിലവിലെ അനുമാനം വെച്ച് ഒരുപക്ഷെ 4 ദിവസത്തിനകം തന്നെ, അതായത് 24-ാം തീയതിക്കുള്ളിൽ തന്നെ സംസ്ഥാനത്ത് മൺസൂൺ കാറ്റ് എത്തിത്തുടങ്ങും. ഒരുപക്ഷെ നാളെ മഴയുടെ അളവ് നേരിയ രീതിയിൽ കുറയുമെങ്കിലും മറ്റന്നാൾ മുതൽ വീണ്ടും മഴയുടെ ഒരു മൺസൂൺ കാലയളവിൽ എങ്ങനെയാണോ മഴ ലഭിക്കുന്നത് സമാനമായ രീതിയിൽ 23-ാം തീയതി മുതൽ സംസ്ഥാനത്ത് മഴ ലഭിച്ച് തുടങ്ങാൻ സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ദുരന്ത നിവാരണ അതോറിറ്റിയും വേണ്ട മുന്നൊരുക്കങ്ങൾ നടത്താൻ അതാത് ജില്ലകളോട് ജില്ലാ കളക്ടർമാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള മുന്നൊരുക്കങ്ങൾ വിവിധ ജില്ലകളിൽ ഏർപ്പെടുത്തി വരികയുമാണ്. രജിത്ത്. ശരി, ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. രാത്രിയിലും നമ്മൾ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇപ്പോൾ റെഡ് അലർട്ട് നിലനിൽക്കുന്നത്. വരും മണിക്കൂറുകളിലും മഴ ശക്തമായി തന്നെ തുടരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അതിനിടെ പലയിടത്തും ഈ കനത്ത മഴയിൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കൊയിലാണ്ടിയിൽ വെള്ളം മറിഞ്ഞ ഒരാൾക്ക്, മത്സ്യത്തൊഴിലാളിക്ക് ജീവൻ നഷ്ടമാവുന്ന നിലയിലേക്കും കണ്ണൂരിൽ വീടിന് നാശനഷ്ടമുണ്ടാവുന്ന നിലയിലേക്കും ഒക്കെ കാര്യങ്ങൾ പോയിട്ടുണ്ട്. മിഥില ബാലൻ കോഴിക്കോട്ട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മിഥില, കോഴിക്കോട് കാലാവസ്ഥ പൊതുവെ എങ്ങനെ, മുന്നറിയിപ്പിനെ എങ്ങനെയാണ് ജില്ലാ ഭരണകൂടമടക്കം കാണുന്നത്? ഈ നാശനഷ്ടങ്ങൾ, അതിൻ്റെ പൊതുവായ വിവരങ്ങൾ മിഥില. രാജ്യത്തെ കോഴിക്കോട് ജില്ലയിൽ റെഡ് അലർട്ടാണ്. ഇന്നലെ രാത്രി മുതൽ തന്നെ നല്ല ശക്തമായ മഴയുണ്ടായിരുന്നു. രാവിലെയും നല്ല മഴയുണ്ടായിരുന്നു. പക്ഷേ നിലവിലിപ്പോൾ വെറും ചാറ്റൽ മഴ മാത്രമാണ് നിലവിലുള്ളത്. രാവിലെയാണ് കോഴിക്കോട് ജില്ലയിൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. വെള്ളയിൽ ഹാർബറിൽ മത്സ്യബന്ധനത്തിന് പോയ മത്സ്യത്തൊഴിലാളി വെള്ളം മറിഞ്ഞ് മരിച്ചിട്ടുണ്ട്. കുഞ്ഞാലിമരക്കാർ എന്ന വെള്ളത്തിലെ മത്സ്യത്തൊഴിലാളി ഹംസയാണ് മരിച്ചത്. മറ്റൊന്ന് കോട്ടൂളിയിലാണ്. കോട്ടൂളിയിൽ ഒരു വീടിൻ്റെ മതിൽ മറ്റൊരു വീടിൻ്റെ മുകളിലേക്ക് വീഴുകയായിരുന്നു. ആളപായമൊന്നുമില്ല. പക്ഷേ മതിൽ വീണ വീടിൻ്റെ മേൽക്കൂര പാതി തകർന്നിട്ടുണ്ട്. ഭാഗ്യമെന്ന് പറയട്ടെ, ആ മതിലിടിയുന്ന സമയത്ത് ആ വീട്ടിൻ്റെ മുറ്റത്ത് 2 പേരുണ്ടായിരുന്നു. അവർ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. നിലവിൽ അരിപ്പാറ വെള്ളച്ചാട്ടത്തിലേക്ക് സന്ദർശകർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. റെഡ് അലർട്ട് പ്രഖ്യാപിച്ച മലബാറിലെ മറ്റു ജില്ലകളിലും സമാനമായ സാഹചര്യം തന്നെയാണുള്ളത്. ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോഴിക്കോടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നേരത്തെ മുൻകാലങ്ങളിൽ ഇത്തരത്തിൽ മഴക്കാലത്ത് അല്ലെങ്കിൽ മഴ ശക്തമായ സമയത്ത് മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളുടെ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഹോട്ട്സ്പോട്ടുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ കോഴിക്കോട് ജില്ലയിൽ മലയോര മേഖല ഉൾപ്പെടെ 25 ഹോട്ട്സ്പോട്ടുകളാണ് ദുരന്ത നിവാരണ അതോറിറ്റി കണ്ടെത്തിയിട്ടുള്ളത്. ഏതെങ്കിലും സാഹചര്യത്തിൽ എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ ആ പ്രദേശങ്ങളിൽ നിന്നും ആളുകളെ മാറ്റാനുള്ള സജ്ജീകരണങ്ങളെല്ലാം നടത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും കനത്ത ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് ഈ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച മലബാറിലെ ജില്ലകളിലുമുള്ളത്. ശരി, മിഥില ബാലൻ കോഴിക്കോട്ട് നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു.